നമസ്കാരം, ഞാൻ രാജി. എല്ലാവർക്കും ബയോസോൺ സ്റ്റഡിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ന്യൂക്ലിക് ആസിഡ് ഡൈജഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂക്ലിക് ആസിഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവികളിൽ കാണപ്പെടുന്ന ജനറ്റിക് മെറ്റീരിയലിനെയാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഏതൊക്കെ ന്യൂക്ലിക് ആസിഡ്സ് ആണുള്ളത്? DNA-യും RNA-യും. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. ഈ രണ്ട് ന്യൂക്ലിക് ആസിഡുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓരോ ജീവിയുടെയും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? നമ്മുടെ ബോഡിലി ക്യാരക്ടേഴ്സിനെ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ കളറ്, ഹെയറിൻ്റെ ടൈപ്പ്, നമ്മുടെ ഐയുടെ കളറ്, ഇതിനെയൊക്കെ നിർണ്ണയിക്കുന്നത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലാണ്. അപ്പം ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ്സ് ആർ ലാർജ് പോളിമെറിക് മോളിക്യൂൾസ് composed of repeating units called nucleotides. അപ്പോൾ ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് വലിയൊരു പോളിമെറിക് മോളിക്യൂളാണ്. അതിലെ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് അല്ലെങ്കിൽ മോണോമെറിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകളാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്ന വലിയൊരു മോളിക്യൂളാണ് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. പോളിമേഴ്സ് എന്താണെന്നറിയാമല്ലോ, പല പല മോണോമർ യൂണിറ്റ്സ് ചേർന്നിട്ടുണ്ടാകുന്ന വലിയൊരു മോളിക്യൂളിനെയാണ് പോളിമർ എന്ന് പറയുന്നത്. ഇവിടുത്തെ മോണോമർ എന്ന് പറയുന്നത്, ന്യൂക്ലിക് ആസിഡിലെ മോണോമർ എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകളാണ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിന് 3 കമ്പോണൻസ് ഉണ്ട്. ഒരു ന്യൂക്ലിയോടൈഡിൽ 3 കമ്പോണൻസ് ഉണ്ട്. ഒരു നൈട്രജൻ ബേസ്, ഒരു മോണോസാക്കറൈഡ് അല്ലെങ്കിൽ ഒരു ഷുഗർ, മൂന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇങ്ങനെ 3 കമ്പോണൻ്റ് ചേർന്ന ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. പ്യൂരിൻസും ഉണ്ട്, പിരമിഡിൻസും ഉണ്ട്. നമ്മുടെ ന്യൂക്ലിക് ആസിഡിലെ പ്യൂരിൻ ബേസസ് ആണ് അഡിനിനും ഗ്വാനിനും. പിരമിഡിൻസിൽ ഗ്രൂപ്പിൽ വരുന്നതാണ് തൈമിനും സൈറ്റോസിനും യൂറാസിലും. സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡ് ആണ്. നമ്മുടെ ന്യൂക്ലിക് ആസിഡിൽ ഒരു ഷുഗർ യൂണിറ്റ് കാണും. ഇവിടുത്തെ ഷുഗർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പെൻഡോസ് ഷുഗറാണ്. അതായത് 5 കാർബൺ ഉള്ള ഒരു ഷുഗറാണ് ഈ ന്യൂക്ലിക് ആസിഡിൽ കാണപ്പെടുന്നത്. DNA-യിൽ കാണപ്പെടുന്ന ഷുഗറാണ് ഡിയോക്സി റൈബോസ്. RNA-യിൽ കാണപ്പെടുന്നത് റൈബോസ് ഷുഗർ. ഇനി മൂന്നാമത്തെ കമ്പോണൻ്റ്, ന്യൂക്ലിയോടൈഡിലെ മൂന്നാമത്തെ കമ്പോണൻ്റാണ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഈ ന്യൂക്ലിക് ആസിഡിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരു ഫോസ്ഫോറിക് ആസിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ന്യൂക്ലിക് ആസിഡ് എന്നതിന് പേര് കിട്ടാൻ കാരണം. ഇപ്പം ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതാണ്? ഒരു പെൻഡോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പിന്നെ ഈ നൈട്രജൻ ബേസിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടെ ചേരുന്നതിനെയാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ അധികം ന്യൂക്ലിയോടൈഡ് ചേർന്ന വലിയൊരു മോളിക്യൂളാണ് ഒരു ന്യൂക്ലിക് ആസിഡ്. അതായത് ഒരു ഷുഗറും ഒരു നൈട്രജൻ ബേസും മാത്രമേ അവിടെ ഉള്ളെങ്കിൽ അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. ഇത് ഓരോന്നും നമ്മളിങ്ങനെ എടുത്ത് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആ എൻസൈമിൻ്റെ പേര്. അപ്പോൾ ആ എൻസൈമിൻ്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവണം അതെന്താണ് അതിൻ്റെ ഡ്യൂട്ടി എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ന്യൂക്ലിയോടൈഡ് എന്താണ്, ന്യൂക്ലിയോസൈഡ് എന്താണെന്ന് ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നത്. അപ്പം ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതാണ്? ഒരു പെൻഡോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ്, പിന്നെ നൈട്രജൻ ബേസിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടെ ചേരുന്നതാണ് ന്യൂക്ലിയോടൈഡ്. ഇനി ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാലോ അവിടെ 2 കമ്പോണൻസേ ഉള്ളൂ. ഒരു ഷുഗറും ഒരു നൈട്രജൻ ബേസും. നമ്മൾ കഴിക്കുന്ന ന്യൂക്ലിക് ആസിഡിന് അലിമെൻ്ററി കനാലിൻ്റെ പല ഭാഗത്തും വെച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. The enzymes which hydrolyze the nucleic acids in food are nuclease, nucleotidase and nucleoside. അപ്പം ആ എൻസൈമിൻ്റെ പേര് തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫങ്ഷൻ പറയാൻ പറ്റും. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമുകളാണ് ന്യൂക്ലിയേസ്. ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും.
ഇനി അടുത്താണ് ന്യൂക്ലിയോടൈഡേസ്. അതേതിലായിരിക്കും? ന്യൂക്ലിയോടൈഡിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനിയുള്ളത് ന്യൂക്ലിയോസൈഡേസ്. അതേതിലായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്? ന്യൂക്ലിയോസൈഡിൽ. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഭാഗത്തും എങ്ങനെയാണെന്ന് ഇതിൻ്റെ ഡൈജഷൻ നോക്കാം. ഫസ്റ്റ് മൗത്തിൽ. നോ ന്യൂക്ലിക് ആസിഡ് ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ മൗത്ത്. നമുക്കറിയാമല്ലോ, കാർബോഹൈഡ്രേറ്റ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ആകെ ഒരു സലൈവറി അമിലേസ് മാത്രമേ നമ്മുടെ മൗത്തിലുള്ളൂ. ഇപ്പോൾ ഇവിടെ ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൗത്തിൽ ഡൈജഷനൊന്നും നടക്കുന്നില്ല. ഇനി അടുത്ത് സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിലും അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്ത് സ്റ്റൊമക്ക് കഴിഞ്ഞാൽ വരുന്ന പാർട്ട് ഏതാ? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡിയോഡനം. ആ ഡിയോഡനത്തിലേക്ക് വന്ന് ഓപ്പൺ ചെയ്യുന്ന ഡക്റ്റാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഇത് ഓരോ തവണയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ പേര് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അലിമെൻ്ററി കനാലിൻ്റെ ഡയഗ്രം നിങ്ങളുടെ മനസ്സിൽ വേണം, എങ്കിലേ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം സ്റ്റൊമക്കിൽ നിന്ന് ആ കൈമ് മൂവ് ചെയ്ത് നമ്മുടെ ഡിയോഡനത്തിൻ്റെ പോർഷനിലോട്ട് വരുന്നു. അതായത് ആ യു പോലെ വളഞ്ഞിരിക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നു. അവിടോട്ടാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. അവിടെ എന്തൊക്കെ സെക്രീഷൻസ് ആണ് കൊണ്ടുവരുന്നത്? പാൻക്രിയാസിൽ നിന്നുള്ള പാൻക്രിയാറ്റിക് ജ്യൂസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ കൈമ് ഈ പാൻക്രിയാറ്റിക് ജ്യൂസുമായിട്ട് മിക്സ് ആകുമ്പോഴേക്കും അതിലുള്ള എൻസൈമാണ് ന്യൂക്ലിയേസ്. ന്യൂക്ലിയേസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഹൈഡ്രോലൈസസ് ന്യൂക്ലിക് ആസിഡ് ഇൻറ്റു ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ദെൻ ഇൻറ്റു ന്യൂക്ലിയോസൈഡ്സ്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ ന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡിനെ ഹൈഡ്രോലൈസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ന്യൂക്ലിയോടൈഡുകളും ന്യൂക്ലിയോസൈഡും ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡ്സ് ആക്കി മാറ്റും. 3 കമ്പോണൻസ് ഉള്ള ന്യൂക്ലിയോടൈഡ്സ് ആക്കി മാറ്റും. പിന്നെ ആ ന്യൂക്ലിയോടൈഡിനെ ഹൈഡ്രോലൈസ് ചെയ്ത് 2 കമ്പോണൻ്റ് ഉള്ള ന്യൂക്ലിയോസൈഡാക്കി മാറ്റുന്നു. അപ്പോൾ നോക്കിയേ, ഇവിടെ ന്യൂക്ലിയേസ് എൻസൈം ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വീണ്ടും ആ ന്യൂക്ലിയോടൈഡിനെ ന്യൂക്ലിയോസൈഡ്സ് ആക്കി മാറ്റുന്നു. ഇനി അടുത്ത റോളെന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെയാണ്, അല്ലെങ്കിൽ സക്കസ് എൻറ്ററിക്കസിൻ്റെ റോളാണ്. സക്കസ് എൻറ്ററിക്കസ് ഓർ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് കണ്ടെയ്ൻസ് ന്യൂക്ലിയോടൈഡേസ് ആൻഡ് ന്യൂക്ലിയോസൈഡേസ്. ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസ സെക്രീറ്റ് ചെയ്യുന്ന ഈ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ 2 എൻസൈമാണുള്ളത്. ഒന്ന് ന്യൂക്ലിയോടൈഡേസും ന്യൂക്ലിയോസൈഡേസും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ന്യൂക്ലിയോടൈഡേസ് അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഹൈഡ്രോലൈസസ് ന്യൂക്ലിയോടൈഡ് ഇൻറ്റു ന്യൂക്ലിയോസൈഡ്സ്. ന്യൂക്ലിയോടൈഡിനെ ന്യൂക്ലിയോസൈഡാക്കി മാറ്റുന്നു. അതായത് 3 കമ്പോണൻസ് ഉള്ള ന്യൂക്ലിയോടൈഡിനെ 2 കമ്പോണൻ്റ് ഉള്ള ന്യൂക്ലിയോസൈഡാക്കി മാറ്റുന്നു. ഇനി ന്യൂക്ലിയോസൈഡേസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഹൈഡ്രോലൈസസ് ന്യൂക്ലിയോസൈഡ്സ് ഇൻറ്റു ഷുഗേഴ്സ് ആൻഡ് നൈട്രജൻ ബേസ്. ന്യൂക്ലിയോസൈഡേസ് ന്യൂക്ലിയോസൈഡിൽ ഫങ്ഷൻ ചെയ്ത് 2 കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഏതിനെയൊക്കെയാണ്? ഷുഗറിനെയും നൈട്രജൻ ബേസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ന്യൂക്ലിക് ആസിഡ് ഡൈജഷൻ്റെ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഷുഗർ, നൈട്രജൻ ബേസ്. ഈ ഒരു ഫോമിലേക്ക് ന്യൂക്ലിക് ആസിഡിനെ മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കമ്പോണൻസ്, ഇങ്ങനെ റിലീസ് ചെയ്യുന്ന കമ്പോണൻസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് മെറ്റബോളിക് പ്രോസസ്സിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അതായത് സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിൽ ഡബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിക്ക് ഈ നൈട്രജൻ ബേസും ഷുഗർ യൂണിറ്റ്സും ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്ന ഈ ഫുഡിലെ ന്യൂക്ലിക് ആസിഡിൻ്റെ ഡൈജഷൻ കഴിഞ്ഞുണ്ടാകുന്ന എൻ പ്രോഡക്റ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.